എങ്ങനെ ചോദിക്കണം എന്നാണ് പറഞ്ഞത്? വിനയത്താൽ നമസ്കാരം ചെയ്തു നിൽക്കുന്ന, വിനയത്തോടുകൂടി വേണം ചോദിക്കാൻ, നമസ്കരിച്ചു നിന്നുകൊണ്ട് വേണം ചോദിക്കാൻ. അറിയുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചോദ്യങ്ങളായിരിക്കണം. അറിവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കരുത്. നമ്മുടെ നാട്ടിൽ 4 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക. ഒന്ന്, അറിയാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, അങ്ങനെയാണ് ചോദിക്കേണ്ടത്, അതാണ് ചോദ്യം. ചോദനയിൽ നിന്നുണ്ടാകുന്നത് ചോദ്യം. അറിയുവാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനത്തിൽ നിന്നുണ്ടാകുന്നത് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളാണ് ശരിക്കുമുള്ള ചോദ്യങ്ങൾ. രണ്ടാമതൊരു കൂട്ടർ ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. മൂന്നാമതൊരു കൂട്ടർ ചോദ്യം ചോദിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കും. അതായത് ഞാനൊരു ചോദ്യം ചോദിച്ച് അതിന് കിട്ടുന്ന ഉത്തരം എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കൊരു കൊട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു ചോദ്യം ചോദിക്കും. നാലാമത്തെ തരത്തിലൊരാൾക്കാരുണ്ട്, തങ്ങളുടെ അറിവ് കാണിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കും. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാം. ചോദ്യം ഒരു വരിയെ കാണുകയുള്ളൂ, പക്ഷേ അതിൻ്റെ മുമ്പിൽ ഒരു 2 പാരഗ്രാഫ് കാണും. ആ 2 പാരഗ്രാഫ് അവരുടെ അറിവാണ്. ചോദ്യം ആകെ ഒരു വരിയുള്ളൂ. അപ്പോൾ 4 തരത്തിലാണ് ചോദ്യങ്ങൾ. അറിയാൻ വേണ്ടി ചോദിക്കും, അറിയിക്കാൻ വേണ്ടി ചോദിക്കും, അറിവളക്കാൻ വേണ്ടി ചോദിക്കും, അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയും ചോദിക്കും. അങ്ങനെയാണ് ചോദിക്കില്ല. അതിൽ അവസാനത്തെ 3 തരത്തിലുള്ള ചോദ്യങ്ങളും അപ്രസക്തങ്ങളാണ്, ഗൗനിക്കേണ്ടതില്ല എന്നാണ് മഹർഷിമാർ പറയുന്നത്. ആദ്യത്തെ ചോദ്യം മാത്രമേ എടുക്കണ്ടൂ. അതെങ്ങനെ ചോദിക്കണം? അറിയുവാൻ വേണ്ടി ചോദിക്കണം, അപ്പോൾ വിനയമുണ്ടാകും. നമസ്കാരപൂർവം ചോദിക്കണം, കാരണം അറിവ് കിട്ടുന്നിടത്തോടൊരു ബഹുമാനം ഉണ്ടാവണം. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന അറിവ് മാത്രമേ ഫലിക്കൂ. അല്ലാതെ ധിക്കാരപുരസരം ചോദിച്ചാൽ ആ കിട്ടുന്ന അറിവ് ഫലിക്കില്ല. ധിക്കാരത്തോടുകൂടി പിടിച്ചു വാങ്ങിക്കുന്ന അറിവ് ഫലിക്കില്ല. ഉദാഹരണമാണ് കർണൻ. ആദ്യത്തെ ജാതി സർട്ടിഫിക്കറ്റ് തിരുത്തിയ ആളാണ് കർണൻ. കർണനാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ജാതി സർട്ടിഫിക്കറ്റ് തിരുത്തിയത്. ബ്രാഹ്മണനാണെന്നും പറഞ്ഞിട്ടാണ് പരശുരാമൻ്റെ അടുത്തുനിന്ന് പഠിക്കുന്നത്. പരശുരാമൻ പഠിപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പരശുരാമന് മനസ്സിലായി ഇയാൾ ബ്രാഹ്മണനല്ല എന്ന്. അപ്പോൾ പറഞ്ഞു, നീ ഈ വിദ്യ നിനക്ക് ഉപകരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഇത് ഫലിക്കില്ല. വിദ്യ ഉപകരിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഫലിക്കില്ല. പിന്നെ ആ വിദ്യ കൊണ്ട് എന്താ കാര്യം? പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന നമ്മുടെ പലരുടെയും ചിത്രം ഒന്ന് ഓർത്തു നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പം ഉത്തരം ഒന്നും ഓർമ്മയില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം എല്ലാം നല്ല ഓർമ്മ. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. വിദ്യ ഗുരു അറിഞ്ഞ് തരണം. ഇത് പിടിച്ചോ, നീ രക്ഷപ്പെട്ടോളും, ഇത് മതി നിനക്ക്, നീ നന്നായിക്കോളും എന്ന് മനസ്സറിഞ്ഞുകൊണ്ടൊരു ഉത്തമ പുരുഷൻ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ഒന്നു മാത്രം മതി ജീവിതം സുഖപൂർണമാകാനും വിജയത്തിലേക്കെത്തുവാനും. അതുകൊണ്ടാണ് ഗുരു ശുശ്രൂഷയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയണത്. ശുശ്രൂഷിച്ച് അദ്ദേഹം അങ്ങനെ സന്തോഷിച്ചിട്ട് നമുക്ക് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് ജപിച്ച് വിഷമിറക്കിയ വിഷവൈദ്യ സിദ്ധന് വിഷവൈദ്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം മന്ത്രിച്ച് ജപിച്ചാൽ വിഷം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗുരുനാഥൻ്റെ മനസ്സ് അറിഞ്ഞ് വിദ്യ തരണം. അപ്പോൾ ചോദിക്കുന്നത് എങ്ങനെ വേണം? ചോദിക്കുന്നത് എപ്പോഴും വിനയത്തോടു കൂടി നിന്ന് ചോദിക്കണം. അത് ശരീരത്തിൽ പ്രകടമായിരിക്കണം, മനസ്സിൽ കാണണം. അങ്ങനെ ചോദിക്കുമ്പോഴാണ് കൃത്യമായ ഉത്തരം കിട്ടുക. അല്ലെങ്കിലും ചിലപ്പോൾ ഉത്തരം കിട്ടും, ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരം. ആ ഉത്തരം കൊണ്ട് കാര്യമില്ല. ഇവിടെ വളരെ വിനയത്തോടു കൂടി നിന്ന് അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഔത്സുക്യത്തോടു കൂടി യദു ചോദിക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണ ഉവാച, ഈ അവധൂതൻ പറഞ്ഞു, സന്തിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധി ഉപാശ്രിതാ യതോ ബുദ്ധിമുപാദായ മുക്തോ അടാമീഹ താൻ ശൃണു. രാജൻ, അല്ലയോ രാജാവേ, എനിക്ക് ബുദ്ധിയാൽ സ്വീകരിക്കപ്പെട്ട ഗുരുക്കന്മാർ പലരും ഉണ്ട്. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പലരെയും ഗുരുക്കന്മാരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. യാതൊരുവനിൽ നിന്ന് അറിവിനെ സ്വീകരിച്ചിട്ട് വിഷയങ്ങളാൽ മോചിക്കപ്പെട്ടവനായോ ഈ ലോകത്തിൽ ഞാൻ സഞ്ചരിക്കുന്നുവോ അവരെ കേട്ടാലും. എനിക്കൊരു ഗുരുവല്ല ഉള്ളത്, അനവധി ഗുരുക്കന്മാരുണ്ട്. ഭഗവാൻ എന്താണ്
ഉദ്ധവരോട് നേരത്തെ പറഞ്ഞത് പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ സ്വയം അറിഞ്ഞുകൊള്ളണം എന്നാണ്. പ്രത്യക്ഷമായി കാണുന്നതിനെ നിരീക്ഷിച്ചിട്ട് അതിൽ നിന്ന് അനുമാനിക്കണം. ആ അനുമാനമാണ് ഒരാളെ രക്ഷിക്കേണ്ടതെന്ന്. ആ പ്രത്യക്ഷാനുമാനങ്ങൾക്ക് ഉദാഹരണമായിട്ടാണ് ഈ കഥ പറയുന്നത്. രണ്ട് കാര്യങ്ങൾക്കാണ് ഈ കഥ പറയുന്നത്. ഒന്ന്, താൻ തന്നെയാണ് തന്നെ രക്ഷിക്കേണ്ടത് എന്ന് സ്ഥാപിക്കാനും, താൻ എങ്ങനെയാണ് തന്നെ രക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് പ്രത്യക്ഷാനുമാനങ്ങളിലൂടെയാണ് അത് വേണ്ടത് എന്നും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ താൻ തന്നെ തനിക്ക് രക്ഷയായി തീർന്ന ഒരു അവധൂതൻ്റെ കഥ പറയുകയാണ്. അദ്ദേഹത്തിന് 24 ഗുരുക്കന്മാരാണ് ഉണ്ടായിരുന്നത്. ആ ഗുരുക്കന്മാരെ അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിച്ചത്? പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ. അപ്പോൾ പ്രത്യക്ഷാനുമാനങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ജീവിത രക്ഷയ്ക്ക് ഉപയോഗിക്കുക എന്നതിൻ്റെ ഒരു വിശദീകരണവും കൂടിയാണ് ഇനി അവധൂതനിലൂടെ ഭഗവാൻ നടത്താൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ബുദ്ധിയാൽ സ്വീകരിക്കപ്പെട്ട ഗുരുക്കന്മാർ പലരുമുണ്ട്. യാതൊരുവിൽ നിന്നാണോ ഞാൻ അറിവിനെ സ്വീകരിച്ചിട്ടുള്ളത്, യാതൊരുവരിൽ നിന്ന് ഞാൻ അറിവിനെ സ്വീകരിച്ചിട്ട് സ്വതന്ത്രനായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നുവോ അവരെക്കുറിച്ച് കേട്ടാലും, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കാരണം അവരാണ്, അതിനെക്കുറിച്ച് കേട്ടാലും. ആ ഗുരുക്കന്മാരുടെ പേരുകൾ പറയുകയാണ്, പിന്നെ അവരെ വിശദീകരിക്കും. പൃഥിവി, വായുരാകാശം, ആപോ, അഗ്നിശ്ചന്ദ്രമാ, രവി, കപോതോ, അജഗര, സിന്ധു, പതങ്കോ, മധുകൃദ്ഗജ, മധുഹ, ഹരിണോ, മീന, പിങ്കള, കുരരോ, അർഭക, കുമാരീ, ശരകൃത്, സർപ്പ, ഊർണനാഭി, സുപേശകൃത്, ഏതേ മേ ഗുരവോരാജം ചതുർവിംശതിരാശ്രിതാ ശിക്ഷാ വൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹാത്മന. ഈ 24 ഗുരുക്കന്മാർ ആരൊക്കെയാണത്? പൃഥ്വി, ഭൂമി, ആപ, ജലം, വായു, കാറ്റ്, ആകാശം, ആപോ ജലം, ആകാശം, പൃഥ്വി, വായു, ആകാശം, ആപ, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതം, പ്രാവ്, അജഗരം, സിന്ധു, സമുദ്രം, പതങ്കോ, പാറ്റ, മധുകൃത്, വണ്ട്, ഗജം, ആന, മധുഹ, തേനെടുക്കുന്നവൻ, ഹരിണോ, മാൻ, മീന്, മത്സ്യം, പിങ്കള എന്ന വേശ്യാസ്ത്രീ, കുരരപക്ഷി, അർഭകൻ, കുട്ടി, കുമാരി, കന്യക, ശരകൃത്, ശരമുണ്ടാക്കുന്നയാൾ, സർപ്പം, ഊർണനാഭി, എട്ടുകാലി, സുപേശകൃത്, വേട്ടാളൻ. ഇത്രയുമാണ് ഈ അലയോ രാജാവേ, ഞാൻ ആശ്രയിച്ച ഗുരുനാഥന്മാർ മേൽപ്പറഞ്ഞ 24 പേരാകുന്നു. ഇവരെയൊക്കെ നമ്മളും കാണുന്നതാണ്. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ മിക്കവാറും കാണുന്ന ആൾക്കാരായി വരും. പുതിയ ആൾക്കാരൊന്നുമല്ല. നമ്മൾ ഭൂമിയെ കാണാറില്ലേ? കാണാറുണ്ട്. വായു കാണാറില്ലേ? വായുവിനെ അനുഭവിക്കാറുണ്ട്. ആകാശത്തെ അനുഭവിക്കാറുണ്ട്. ആപസ്, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതം, ഇതെല്ലാം നമ്മൾ കാണുന്നതാ. അപ്പം നമുക്കെന്താ ഇവരൊന്നും പറഞ്ഞു തരാത്തത്? ഇതെങ്ങനെ ഈ അവധൂതന് മാത്രം പറഞ്ഞു കൊടുത്തത്? അവധൂതൻ പ്രത്യക്ഷാനുമാനങ്ങളിലൂടെയാണ് അവയെ നോക്കിയത്. ചുറ്റുപാടുകളെയും നിരീക്ഷിച്ച് ആ നിരീക്ഷണത്തിലൂടെ അനുമാനത്തിലെത്തുന്ന ഒരാൾക്കാണ് അത് ഗുരുവായി തീരുക. അപ്പോൾ ഈ 24 ഗുരുക്കന്മാരും നിത്യജീവിതത്തിൽ ഓരോ വ്യക്തിയും എന്നും ബന്ധപ്പെടുന്നതാണ്. ഈ അവധൂതന് ഉപദേശം കൊടുക്കുവാൻ സന്നദ്ധമായ ഈ 24 ഗുരുക്കന്മാരും എക്കാലത്തും പ്രകൃതിയിൽ ഉണ്ട്. ആർക്കു വേണമെങ്കിലും അവിടെ നിന്ന് പഠിച്ച് അവധൂതാവസ്ഥയിലേക്ക് എത്താം. എങ്ങനെ പഠിക്കണം? പ്രത്യക്ഷാനുമാനങ്ങളിൽ നിന്ന്. അത് വിശദീകരിക്കും ഇനി. അതുകൊണ്ട് ഈ 24 പേരാണല്ലയോ രാജാവേ, 24 പേർ എൻ്റെ ഗുരുക്കന്മാർ ആകുന്നു, എന്നാൽ ആശ്രയിക്കപ്പെട്ടവരാകുന്നു. ഇവരുടെ വൃത്തികൾ കൊണ്ട് എനിക്ക് വേണ്ടുന്ന അഭ്യാസങ്ങളെ അഭ്യസിച്ചു. ഇവരാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ പഠിപ്പിച്ചത് പ്രകൃതിയാണ്. ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന മഹാനായ ചിന്തകൻ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്, ഒരില കൊഴിഞ്ഞു വീഴുമ്പോൾ പോലും പ്രകൃതി നമ്മളെ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നതിലൂടെ പോലും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
പ്രകൃതിയുടെ പുസ്തകം വായിക്കുവാൻ അറിയുന്നവർക്ക് പ്രകൃതി മുക്തിക്ക് അനവധി അവസരങ്ങൾ ഒരുക്കുന്നു. നമ്മളതൊന്നും കാണുന്നില്ല, അഥവാ കാണുന്നുണ്ടെങ്കിൽ അത് വായിക്കാനുള്ള ഭാഷ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലകത്തും പുറത്തുമായിട്ടുള്ള ഗുരുക്കന്മാരെ കണ്ട് പഠിക്കുന്നതിന് പകരം നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വസ്ഥതയില്ലാത്തവരായി. ഈ എട്ടുകാലിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും കാണുന്നതാണ്. കുളിമുറി കുളിക്കാൻ കയറുമ്പം ഇതുങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അറപ്പ് കൊണ്ട് ചൂലെടുത്ത് തല്ലിക്കൊല്ലുന്ന എട്ടുകാലി ഒരു ഗുരുവാ. പഠിപ്പിക്കേണ്ടത് ചിലത് പഠിപ്പിക്കാൻ വേണ്ടി കുളിക്കാൻ കയറുമ്പോഴെങ്കിലും നിങ്ങൾ സ്വസ്ഥരായിരിക്കുമെന്ന് വിചാരിച്ച് എട്ടുകാലി രൂപത്തിൽ ഈശ്വരൻ കുളിമുറി പ്രത്യക്ഷപ്പെടുക. അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. കുളിമുറി കയറുമ്പോൾ ഇതുങ്ങളെ കണ്ട ഇഷ്ടമല്ല. പാറ്റ നമ്മുടെ കുളിമുറിയിലുള്ള സാധന അവധൂതനെ പഠിപ്പിച്ചതേ. കുളിമുറിയിൽ പാറ്റ ഉണ്ടാവാൻ പാടില്ല, കുളിമുറിയിൽ വേട്ടാളൻ ഉണ്ടാവാൻ പാടില്ല, കുളിമുറിയിൽ പഴുതാര ഉണ്ടാവാൻ പാടില്ല, എട്ടുകാലി ഉണ്ടാവാൻ പാടില്ല, ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല. വീട് മുഴുവൻ പെസ്റ്റിസൈഡ് അടിച്ച് സകല പെസ്റ്റുകളെയും ഒഴിവാക്കി മനുഷ്യനാകുന്ന പെസ്റ്റ് അതിനകത്ത് ഇങ്ങനെ വാഴുകയാണ്. ബാക്കി ഒരു പെസ്റ്റും ഇല്ല ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മളല്ലാതെ. നമ്മൾ കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും ശല്യം. ഇപ്പം തിരുവനന്തപുരം നഗരം കേരളം മുഴുവനും ഫേമസ് ആണ് മാലിന്യം. അത് മൃഗങ്ങളോ പക്ഷികളോ ഉണ്ടാക്കിയ മാലിന്യമാണോ? അത് മനുഷ്യരുണ്ടാക്കിയ മാലിന്യമാണ്. ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന, സാത്വികരാണെന്ന് അഭിമാനിക്കുന്ന എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് ആ മാലിന്യം. ഒരു മൃഗം പോലും ഒരിടത്തും ഒരു കാലത്തും ഒരിക്കലും ഇതേപോലത്തെ ദുരവസ്ഥ ഭൂമിക്ക് സമ്മാനിച്ചിട്ടില്ല. അപ്പോൾ മനുഷ്യനെ മൃഗമേ എന്ന് വിളിച്ചാൽ മൃഗങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നേ ഇപ്പം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് ചിലപ്പം ദഹിക്കില്ല നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം നമ്മളെ പഠിപ്പിക്കുവാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് ഭഗവാൻ നേരത്തെ പറഞ്ഞു, ഈ ഞാനാണിതെല്ലാം എന്ന ഭാവനയുണ്ടായാൽ ഗുണദോഷങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സ് പോകും എന്ന്. ഗുണദോഷം ശുദ്ധവും അശുദ്ധവും നല്ലതും ചീത്തയും എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ ഈ നല്ലതും ചീത്തയും അറപ്പുള്ളതും അറപ്പില്ലാത്തതും ഒക്കെ തമ്മിലുള്ള വകഭേദങ്ങൾ പോയാലേ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതിയിൽ നിറച്ചും അറിവുകളാണുള്ളത്. ആ അറിവുകളെ പറ്റിയിട്ട് ഇനി ഓരോന്നോരോന്നായിട്ട് അവധൂതൻ നമുക്ക് അനാവരണം ചെയ്തു തരും.